മനുഷ്യ സഹജമായ ദൃഷ്ടികോണത്തിലും ഒരുപാട് ധൈര്യത്തിൻ്റെ പ്രതീകമായിരുന്നു. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ഈ ധൈര്യം നമുക്ക് തെളിഞ്ഞു കാണാം. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാലും ദാനങ്ങളാലും അമ്മ ഈ പുണ്യത്തെ വളരെയധികം പ്രശോഭിപ്പിച്ചു. 3 വയസ്സ് മാത്രം പ്രായമായ ദിവ്യശിശു ഏറ്റവും എളിമയോടും ആരാധനയോടും കൂടെ തൻ്റെ സ്വർഗീയ മണവാളനൊപ്പമായിരിക്കുവാൻ തൻ്റെ മാതാപിതാക്കളെ വിട്ട് ജെറുസലേം ദേവാലയത്തിൽ വസിച്ചു. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് സമർപ്പണത്തോടുള്ള മറിയത്തിൻ്റെ പ്രത്യുത്തരം സാമൂഹ്യ സമ്മർദ്ദങ്ങളെയും ഭയത്തെയും സധൈര്യം മറികടന്ന് ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് ദൈവിക പദ്ധതിക്കായി തന്നെയുള്ള വിട്ടുകൊടുക്കലായിരുന്നു. പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയാകുക എന്നത് ഒരു കാലത്തും വിശ്വസിക്കുവാൻ എളുപ്പമല്ല. ജോസഫ് തന്നെ സ്വീകരിക്കുമോ എന്ന ഭയവും സമൂഹത്തിൽ തനിക്കുണ്ടായേക്കാവുന്ന അപമാനവും പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ സധൈര്യം നേരിട്ടു. തൻ്റെ ദിവ്യപുത്രൻ്റെ ജനനം, ഈജിപ്തിലേക്കുള്ള പലായനം, പരസ്യ ജീവിതം, ഈ ഘട്ടങ്ങളിലെല്ലാം മകനോടൊപ്പമായിരുന്ന് തൻ്റെ ദിവ്യസുതനെ ലോകത്തിന് നൽകിയ ധീരയായ ഒരമ്മയെ പരിശുദ്ധ അമ്മയിൽ നമുക്ക് ദർശിക്കാം. തൻ്റെ തിരുകുമാരൻ്റെ കഠിന വേദനയും കുരിശുമരണവും നേരിൽ കണ്ടും അവസാന നിമിഷം വരെ അവനെ അനുഗമിച്ചും കുരിശിൻ ചുവട്ടിൽ നിന്ന പരിശുദ്ധ അമ്മയുടെ കരുതലും സ്നേഹവും ധൈര്യവും അവർണ്ണനീയമാണ്. യേശുവിൻ്റെ ഉത്ഥാനശേഷവും സ്ലീഹന്മാരോടു കൂടിയായിരുന്ന് അവർക്ക് ആത്മീയ ധൈര്യവും ആശ്വാസവും പകർന്ന് പരിശുദ്ധ അമ്മ പ്രാർത്ഥനയിൽ മുഴുകി. ദൈവിക പദ്ധതിക്കായി തന്നെ വിട്ടുകൊടുത്തുള്ള അമ്മയുടെ ഈ ധൈര്യം നിശബ്ദവും ശാന്തവും അതിപ്രഭാവമുള്ളതും ആഴമേറിയതുമാണ്. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും എസ് ലോഡ് എന്ന് പറഞ്ഞ് ദൈവിക പദ്ധതിക്കായി തന്നെ വിട്ടുകൊടുത്ത് ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ച പരിശുദ്ധ അമ്മയുടെ മാതൃക സ്വീകരിച്ച് സ്നേഹത്തോടെ സത്യത്തിനായി വിശ്വാസത്തോടെ അമ്മയോടൊപ്പം നമുക്ക് മുന്നേറാം.